ബിഗ് ബജറ്റ് സിനിമകളെ വിമർശിച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ചില സിനിമകൾക്ക് 500 കോടി മുടക്കിയെന്ന് പറയുന്നത് വെറുതെയാണ്. ഭേദപ്പെട്ട സിനിമ കാണാൻ ആളില്ല. ഒരു സിനിമയ്ക്ക് പരസ്യമേ ഇല്ലായിരുന്നു. ആ സിനിമയുടെ പേര് താൻ പറയുന്നില്ല. സിനിമ സംബന്ധിച്ച് വാർത്ത എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ വന്നിരുന്നു. സിനിമ കണ്ട ഒരാൾ പോലും നല്ല അഭിപ്രായം പറഞ്ഞില്ലെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഭേദപ്പെട്ട ഒരു സിനിമ ആളുകൾ കാണുന്നേ ഇല്ല. ഏറ്റവും വഷളായിട്ടുള്ള സിനിമ ഇറങ്ങുന്ന ദിവസം അത് വെളുപ്പാകാലത്ത് റിലീസ് ചെയ്യാൻ പോലും ആളുകൾ നിറച്ച് പോയിരുന്നു കാണുന്നത്. 500 കോടി മുടക്കിയതാണ് എന്നത്. 500 കോടി മുടക്കിയാണെങ്കിൽ കേമായിരിക്കും എന്ന വിചാരിക്കും നമ്മുടെ ചിലപ്പോൾ. ഈയിടെ ഇറങ്ങിയ ഒരു പടമുണ്ട്. എൻ്റെ പടമാണെന്ന് ഞാൻ പറയുന്നില്ല. പത്രങ്ങളിൽ പോലും അതിന് പരസ്യം ചെയ്യേണ്ടി വന്നില്ല. കാരണം എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ അതിനെപ്പറ്റിയുള്ള വാർത്തകളായിരുന്നു. ഒറ്റ കാരണം കൊണ്ട് ആ പടം ഓടി. വലിയ കളക്ഷനുമായിരുന്നു. അത് കണ്ടില്ലേ മോശമാണെന്നുള്ള രീതിയിലായിരുന്നു. കണ്ടിട്ട് ഒരാൾ പോലും അത് കൊള്ളാമെന്ന് പറഞ്ഞില്ല. അത് വേറൊരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണ് സിനിമയുടെ അവസ്ഥ. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, സിനിമയുടെ പേരേതെന്ന് പറയാതെയുള്ള വിമർശനം അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തായിരുന്നു ഇങ്ങനെ ഒരു വിമർശനത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്? ശ്രുതി, പത്തനംതിട്ട ആറാട്ടുപുഴയിൽ പമ്പ ഫെസ്റ്റ് എന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു വിശ്രുത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ. ആ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സിനിമ സംബന്ധിച്ചും സീരിയൽ സംബന്ധിച്ചുമൊക്കെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. സിനിമ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ബിഗ് ബജറ്റ് ചിത്രങ്ങൾ കൂടുതലായി ഇറങ്ങുന്നു. 400 കോടി 500 കോടിയൊക്കെയാണ് മുടക്കുമുതൽ എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നു. പക്ഷേ അത്രയും മുടക്കുമുതലൊക്കെ സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ്. നികുതി ഇവർ അടയ്ക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. ഒരു സിനിമയുടെ ഒരു പരസ്യം പോലും അടുത്തിടെ ഇറങ്ങിയിരുന്നില്ല. പക്ഷേ ആ സിനിമ വിവാദത്തിന്റെ പുറത്ത് എല്ലാ മലയാള പത്രങ്ങളിലും 1-ാം പേജിൽ വാർത്ത വന്നിരുന്നു. എന്നിട്ട് പോലും ആ സിനിമ സംബന്ധിച്ച് പ്രേക്ഷകർക്കിടയിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായില്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു. ആ സീരിയലുകളെ കുറിച്ചും വിരുദ്ധ അഭിപ്രായങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സീരിയലിൽ പലപ്പോഴും കുടുംബ ബന്ധങ്ങളെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നു. ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് പ്രേക്ഷകർ അറിയാൻ ശ്രമിക്കുന്നു. അത് ഒരു കുട്ടിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്നറിയുന്നതിന് പരിശോധനകൾ നടത്തിയാൽ മതിയായിരുന്നില്ലേ എന്നാണ്. അങ്ങനെ സിനിമയെക്കുറിച്ചും സീരിയലിനെ കുറിച്ചുമൊക്കെ ചില വിമർശനങ്ങൾ കൂടി അടൂർ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചു. രക്ഷിതാക്കൾ കുട്ടികളെ മലയാളം നിർബന്ധമായും പഠിപ്പിക്കണം. ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ എന്ന ഒരു ധാരണ ചില മാതാപിതാക്കൾക്കുണ്ട്. ആ ധാരണ തെറ്റാണ്. മലയാളികളായിട്ടുള്ള കുട്ടികൾ മലയാളം തന്നെ, നമ്മുടെ മാതൃഭാഷ തന്നെ പഠിക്കണം. അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് രക്ഷിതാക്കളാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. ഓക്കെ, വ്യക്തമാണ്. എന്നാലും ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കെതിരെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.